നമ്മുടെ അശോകൻ്റെ പുതിയതായി പുറത്തിറങ്ങിയ 2 മോഡലുണ്ട് കേട്ടോ. ഒന്ന് ബഡാ ദോസ്തും ദോസ്തിൽ എക്സൽ സീരീസും പിന്നെ അതുപോലെ തന്നെ i5 സീരീസും. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എക്സൽ സീരീസ് വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നല്ല നല്ല കാണാനൊക്കെ അടിപൊളി വൃത്തിയായിട്ടുള്ള നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് കിടക്കാം നമുക്ക്. ദോസ്ത് എക്സൽ സീരീസ് എക്സ്ട്രാ എന്നാണ് ഇതിൻ്റെ പേരോട് വരുന്നത് 1400 കിലോ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മൈലേജ് 18 ലിറ്ററോളം മൈലേജ് കിട്ടുന്നുണ്ട്. 70 HP ആണ് ഇതിൽ വരുന്നത്. അതുപോലെ 5 സ്പീഡാണ് ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഒരാൾക്ക് ഡ്രൈവർ ആണ് ഇതിൽ കപ്പാസിറ്റി വരുന്നത്. അതുപോലെ തന്നെ കേബിൾ ഷിഫ്റ്റാണ് 5+1 ആണ്. മാനുവൽ ട്രാൻസ്മിഷനാണ്. കേബിൾ ഷിഫ്റ്റാണ് വരുന്നത്. അതുപോലെ തന്നെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാരാബോളിക് ലീഫ് സ്പ്രിങ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. വണ്ടി കാണാനൊക്കെ നല്ല അഴകായിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ദോസ് ഉള്ള ആൾക്കാർക്ക് അറിയാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രോസ് വെയിറ്റ് വരുന്നത് 21-25 ആണ്. അതുപോലെ തന്നെ ഓവറോൾ ലെങ്ത്ത് 46-30 ആണ്. വിഡ്ത്ത് 16-70 ആണ്. വീൽ ബേസ് 23-50 ആണ്. ഓവറോൾ ഹൈറ്റ് 18-60 ആണ് കേട്ടോ. അപ്പോൾ വണ്ടി ഓവറോൾ അടിപൊളി വണ്ടിയാണ്. പിന്നെ ഒരു രക്ഷയില്ല, നല്ലത്. അതിൽ ലോഡ് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടല്ലോ. ഇത്രയും ഐറ്റംസൊക്കെ ഇതിൽ വെക്കാനും കൊണ്ടുപോകാനൊക്കെ പറ്റും. വണ്ടി നല്ല കംഫർട്ടാണ്. എന്തായാലും ഒരു രക്ഷയില്ലാത്തൊരു വണ്ടി. അപ്പോൾ പിന്നെ രണ്ടാമത് ഇവർ ഇറക്കിയിട്ടുള്ള വണ്ടിയാണ്, റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് i5 എന്ന് പറഞ്ഞുള്ള ബഡാ ദോസ്ത് i5 സീരീസ്. അപ്പോൾ നമുക്കൊരു അബദ്ധം പറ്റി, നമ്മൾ ഒരുപാട് വിഷ്വൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് ഞാൻ ആ വണ്ടിയുടെ ഇടാം. വീഡിയോസിൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അത് നല്ല വണ്ടിയാണ് കേട്ടോ. കുറച്ച് ഇത് ദോസ്തും ബഡാ ദോസ്താണ്. അപ്പോൾ ഇതൊന്നുകൂടിയും വലിപ്പം കൂടിയ വണ്ടിയാണ് i5 എന്ന് പറഞ്ഞിട്ടുള്ള ആ മോഡൽ. തൊട്ടപ്പുറത്ത് കിടക്കുന്ന മോഡലാണ് i5. ഈ കിടക്കുന്നതാണ് i5 എന്ന് പറഞ്ഞിട്ടുള്ള ആ മോഡൽ. അപ്പോൾ എനിക്ക് താരതമ്യം നോക്കുമ്പോൾ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ i5 ഒന്നുകൂടി നന്നായി തോന്നും. നല്ല രസമായിട്ട് തോന്നുന്നു. ഈ വണ്ടി മോശമൊന്നുമില്ല കേട്ടോ. ഇത് കുറച്ചുകൂടി ചെറിയ വണ്ടിയാണെന്ന് മാത്രം. i5 ഒന്നുകൂടിയും വലിയ വണ്ടിയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇവൻ്റെ വിശേഷങ്ങൾ, ദോസ്തിൻ്റെ വിശേഷങ്ങളൊക്കെ. ഓവറോൾ രക്ഷയില്ലാത്ത ഒരു വണ്ടി തന്നെ. പിന്നെ ഇൻറ്റീരിയറൊക്കെ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയറും അതുപോലെ തന്നെ ഇത് ബാറ്ററി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ലീഫ് സ്പ്രിങ്സ് ഞാൻ പറഞ്ഞല്ലോ, സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതും അതുപോലെ ലഗേജ് കൊണ്ടുപോകാനുള്ള എത്ര സ്പേസ് ഉണ്ടെന്നൊക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കും. അത്രയും വിശാലമായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വല്ല കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ എടപ്പള്ളിയാണ് ഇവരുടെ സ്ഥലം വരുന്നത്. സ്വിച്ചിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറും കാര്യങ്ങളൊക്കെ അവരുടെ ഇടാം. എടപ്പള്ളിയിൽ തന്നെയാണ് ദോസ്തിൻ്റെ ഇത് വരുന്നത്. നമ്മളിതിന് മുന്നേ ഒരു ദോസ്തിൻ്റെ ഇലക്ട്രിക് വെഹിക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു വീഡിയോ അത്ര ഗ്രോത്ത് ഒന്നും വന്നില്ല. തീർച്ചയായിട്ടും ആ വീഡിയോക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കണ്ടിട്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് i5 സീരീസിലുള്ള വണ്ടിയെ കുറിച്ചിട്ടാണ്. i5 സീരീസിൽ അതിൻ്റെ എഞ്ചിൻ വരുന്നത് 1.5 ലിറ്റർ എഞ്ചിനാണ്. 3 ലിറ്റർ തന്നെയാണ് അതിന് വരുന്നത്. ഡീസൽ എഞ്ചിൻ തന്നെയാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ആ വണ്ടി ആ വണ്ടിയുടെ ടോർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറയാം. ആ വണ്ടിയുടെ ടോർക്ക് അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് എല്ലാം ഞാൻ പറഞ്ഞു. മാക്സിമം ടോർക്ക് വരുന്നത് 59 kW/80 HP ആണ് വരുന്നത്. 3300 RPM ആണ്. പിന്നെ അതുപോലെ മാക്സിമം ടോർക്ക് വരാൻ 190 Nm ടോർക്ക്. 1600-2400 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 5+1 തന്നെയാണ്. കേബിൾ ഷിഫ്റ്റിനാണ് അതിലും വരുന്നത്. ഫ്രണ്ട് ഓവർ സ്ലഗ്, പാരാബോളിക്, ബാക്ക് ഓവർ സ്ലഗ്, സെമി ഇലക്ട്രിക്കൽ ലീഫ് സ്പ്രിങ്സ് ആണ് അതിൽ വന്നിട്ടുള്ളത് സസ്പെൻഷനായിട്ട്. അതുപോലെ ഗ്രോസ് വെയിറ്റ് ആ വണ്ടിയുടെ വരുന്നത് 3800 കിലോ ആണ്. അതുപോലെ തന്നെ പേലോഡ് വരുന്നത് 21-25 ആണ് അതിൻ്റെ പേലോഡ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ കാട്ടിൽ അതെന്താ പറയണമെന്ന് നോക്കണ്ട, കാരണം എൻ്റെ കയ്യിൽ അതിൻ്റെ വിഷ്വൽ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. എൻ്റെ കയ്യിൽ അതിൻ്റെ ക്ലിപ്പുകളെല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇവൻ്റെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ ഗ്രോസ് വെയിറ്റ് വരുന്നത് 3800 ആണ്. അതുപോലെ പേലോഡ് വരുന്നത് 21-25 ആണ്. ഡീസലിൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി 50 ലിറ്റർ ആണ്. അതുപോലെ ഡ്രൈവർ പ്ലസ് 1 ആണ് അതിൻ്റെ പാസഞ്ചറും, അതായത് ഡ്രൈവറും ഒരു പാസഞ്ചറും പോകാൻ പറ്റും. ഓവറോൾ ലെങ്ത്ത് 50-25 ആണ്. വിഡ്ത്ത് 18-42 ആണ്. ഹൈറ്റ് 20-61 ആണ്. വീൽ ബേസ് 25-90 ആണ്. അതുപോലെ ബോഡി ടൈപ്പ് കാർഗോ ആണ്. 29-51 ആണ് അതിൻ്റെ ഓവറോൾ അതിൻ്റെ ലെങ്ത്ത് കാര്യങ്ങളൊക്കെ വരുന്നത്. 9 ഫീറ്റ് 8 ഇഞ്ച്, 5 ഫീറ്റ് 9 ഇഞ്ച്, 1 ഫീറ്റ് 7 ഇഞ്ച്, ഇങ്ങനെയാണ് അതിൻ്റെ കണക്ക് വരുന്നത് കേട്ടോ. മാക്സിമം സ്പീഡ് 80 കിലോമീറ്ററിൽ ലോക്കാണ്.
ഇത് കുറച്ചുകൂടി എന്താ പറയുക ഹൈറ്റ് കൂടിയ വണ്ടിയാണ്. പിന്നെ പറഞ്ഞല്ലോ ട്രാൻസ്മിഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ 5+1 5 ഫോർവേഡും ഒരു റിവേഴ്സാണ് ഇതിൽ വരുന്നത്. വെണ്ടർ ഇൻറ്റീരിയറൊക്കെ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയറും അതുപോലെ തന്നെ സ്റ്റീറിംഗ് വീലും ഒക്കെ നല്ല രസമുണ്ട്. കൺസോളും ഒക്കെ നന്നായിട്ടിരിക്കുന്നുണ്ട്. ഓവറോൾ ലുക്ക് വൈസിലൊക്കെ ആ വണ്ടി നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. ഈ മറ്റേ എക്സലിനെക്കാട്ടും i5 ഒന്നുകൂടി ഹൈറ്റ് വൈസിൽ കുറച്ച് വലിപ്പം കൂടുതലാണ് ആ വണ്ടി. ഓവറോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് കിട്ടിയത് ഇതാണ്. അപ്പോൾ നന്നായിരിക്കുന്നില്ലേ വണ്ടി കാണാനൊക്കെ ആയിട്ട്. ഇത് ബഡാ ദോസ്താണ്. അപ്പോൾ അതിൻ്റെ ലൈബ്രറിയൊക്കെ നല്ല ഭംഗിയുണ്ട്. i5 അതിന് പുറത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ.